മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ ധന്യമായിട്ട് പണ്ട് വിവരിക്കുകയുണ്ടായി. ഭാരതത്തെ ധർമ്മരാജ്യം എന്ന് പറയാം. അമ്മ അനുഷ്ഠിക്കേണ്ടതായ ആചാരാനുഷ്ഠാനങ്ങളെ മാതൃധർമ്മം എന്ന് പറയും. അച്ഛൻ്റേത് പിതൃധർമ്മം, അധ്യാപകൻ്റേത് ആചാര്യധർമ്മം. അങ്ങനെ സിറ്റിസൺ, പൗരന് പൗരധർമ്മമുണ്ട്, രാജാവിന് രാജധർമ്മമുണ്ട്, മന്ത്രിമാർക്ക് അമാത്യധർമ്മം. എല്ലാവരുടെയും ധർമ്മം ഒരുമിച്ച് ചേർത്താൽ അതിൻ്റെ പേരാണ് സനാതന ധർമ്മം. എല്ലാവരുടെയും ധർമ്മം ഒരുമിച്ചൊരു പുസ്തകത്തിൽ എഴുതിയാൽ സനാതന ധർമ്മം. ഓരോ വ്യക്തികളുടെയും ധർമ്മത്തെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥമാണ് ധർമ്മശാസ്ത്രം. കൽപ്പശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് എഴുതിയിരിക്കുന്ന ധർമ്മശാസ്ത്രം. ധർമ്മം എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി, പ്രിവിലേജ്. ഒരു വ്യക്തിയുടെ ധർമ്മം എന്ന് പറയുന്നത് അയാളുടെ കർത്തവ്യം, അയാളുടെ ഉത്തരവാദിത്വം, അയാൾക്ക് അവകാശപ്പെട്ടത്, അയാളുടെ അവകാശം, മൂന്നും കൂടി ചേർന്നിട്ടാണ് ധർമ്മം എന്ന വാക്ക് വരുന്നത്. ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്. ധർമ്മം എന്ന വാക്കിൻ്റെ വിഗ്രഹാർത്ഥം എടുത്താൽ ധാരയതി ഇതി ധർമ്മ. നമ്മളെ സംരക്ഷിക്കുന്നതെന്തോ, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നതെന്തോ, നമുക്ക് ദിശാബോധം നൽകുന്നതെന്തോ, അതാണ് നമ്മുടെ ധർമ്മം. നീ നിന്റെ ധർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ നീ ചെയ്യേണ്ട ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും, നിനക്ക് അർഹതപ്പെട്ട പ്രിവിലേജും കൂടി ചേർത്ത് നീ മുമ്പോട്ട് പോവുക. ധർമ്മച്യുതി എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയും ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോഴാണ് ധർമ്മച്യുതി സംഭവിക്കുന്നതെന്ന് പറയാം. ഈ ധർമ്മം ധാരണാത് ധർമ്മ, നമ്മളെ അത് വഹിക്കുന്നു. നമ്മൾ പറയാറില്ലേ, നമ്മൾ ഷർട്ട് ധരിക്കുന്നു. ധർമ്മം എന്ന വാക്കിന്റെ ധരിക്കുക. ഈ ഷർട്ട് എവിടെയാണ് നിൽക്കുന്നത്? എന്നിൽ നിൽക്കുന്നു ഷർട്ട്. ഷർട്ട് ധരിക്കുന്നു. ഈ ധർമ്മം നമ്മളെ ധരിക്കുന്നു, നമ്മളിൽ ധർമ്മം നിൽക്കുന്നു, നമ്മളെ ഷർട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ധർമ്മം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നമ്മളിലാണ് ഷർട്ട് നിൽക്കുന്നത്, നമ്മളെയാണ് ഷർട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് ധർമ്മം. ഭീഷ്മര് ധർമ്മപുത്രരോട് പറഞ്ഞു, ധർമ്മോ രക്ഷതി രക്ഷിതഃ ധർമ്മമേവ ഹതോഹന്തി. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കുന്നു. വളരെ സാധാരണക്കാരന്റെ അർത്ഥത്തില്, സന്ദേശത്തിൽ പറഞ്ഞാൽ, ഷർട്ട് എന്നെ സംരക്ഷിക്കുന്നു, ഞാൻ ഷർട്ടിനെ ധരിക്കുന്നു. വസ്ത്രം എന്നെ സംരക്ഷിക്കുന്നു, വസ്ത്രത്തെ ഞാൻ ധരിക്കുന്നു, വസ്ത്രത്തെ ഞാൻ വഹിക്കുന്നു. ഇപ്പൊ ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മത്തെ ആര് രക്ഷിക്കുന്നുവോ അവനെ ധർമ്മം രക്ഷിക്കുന്നു. ഭാരതത്തിന്റെ അതിർത്തികളിലുള്ള പട്ടാളക്കാരെ ഭാരതം സംരക്ഷിക്കുന്നു, പട്ടാളക്കാര് ഭാരതത്തെ സംരക്ഷിക്കുന്നു. അതായത് ബൗണ്ടറിയിലുള്ള സൈനികരെ ഭാരതം സംരക്ഷിക്കുന്നു, സൈനികര് ഭാരതത്തെ സംരക്ഷിക്കുന്നു. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മത്തെ ആരാണോ സംരക്ഷിക്കുന്നത് അവനെ ധർമ്മം സംരക്ഷിക്കുന്നു. ധർമ്മമേവ ഹതോഹന്തി. ധർമ്മത്തെ ആര് നശിപ്പിക്കുന്നുവോ അവനെ ധർമ്മം നശിപ്പിക്കുന്നു. ധർമ്മത്തെ ആര് നശിപ്പിക്കുന്നുവോ അവനെ ധർമ്മം നശിപ്പിക്കുന്നു. പാണ്ഡവര് ധർമ്മം സംരക്ഷിക്കാൻ മാത്രമാണ് യുദ്ധം ചെയ്തത്. അധർമ്മം ചെയ്തവര് മാറാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അവരെ ഉന്മൂലനം ചെയ്തു. തീവ്രവാദികളെ നോർമൽ വഴിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കാറുള്ളത്. നോർമൽ വഴിയിലേക്ക് വന്നില്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്തതുപോലെ
ധർമ്മത്തെ സംരക്ഷിക്കുക എന്റെയും നിങ്ങളുടെയും കർത്തവ്യമാണ്. നമുക്ക് അമ്പലമോ ഈശ്വരനോ അല്ല ഫോക്കൽ പോയിന്റ്, വ്യക്തികളാണ് ഫോക്കൽ പോയിന്റ്. ഈശ്വരന് വേണ്ടി ഭാരതീയർ ജീവിക്കാറില്ല. ജീവിതത്തിന്റെ ഭാഗമാണ് ഈശ്വരവിശ്വാസം. ഈശ്വരവിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാരമല്ല, ഭാഗമാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പൊ നമുക്ക് ക്ഷേത്രങ്ങൾ പോലും അത്ര പ്രാധാന്യമുള്ളതല്ല. കാരണം അത് മറ്റു പല ഘടകങ്ങളെ പോലെ ഒരു ഘടകം അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മുഴുവനും ധർമ്മത്തിലാണ്. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ രാജ്യത്തിന് അതിർത്തിയില്ല. എന്നാ രാജ്യം എന്നുള്ളൊരു പേരേ ഉള്ളൂ, അതിർത്തിയൊന്നുമില്ല. എന്നാ രാജാ ആസീത്, ഒരു രാജാവിൻ്റെയും ആവശ്യമില്ല. രാജ്യത്തിന് അതിർത്തികളില്ല, രാജാവും നിർബന്ധമൊന്നുമില്ല. ന രാജ്യം ന രാജാസീത് ന ദണ്ഡ്യോ നച ദണ്ഡിനഹ, ശിക്ഷ കൊടുക്കേണ്ടവരുമില്ല, ശിക്ഷ എടുക്കേണ്ടവരുമില്ല. ശിക്ഷ കൊടുക്കേണ്ടവരുമില്ല, ശിക്ഷിക്കപ്പെടേണ്ടവരുമില്ല. ന രാജ്യം ന രാജാ ആസീത് ന ദണ്ഡ്യോ നച ദണ്ഡിനഹ ധർമ്മേണ ഏവ പ്രജാഃ സർവേ, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ സർവേ പ്രജ, എല്ലാ പ്രജകളും രക്ഷന്തി സ്മ പരസ്പരം, സംരക്ഷിച്ചു പോന്നു. രക്ഷന്തി സ്മ പരസ്പരം സംരക്ഷിച്ചു പോന്നു. പിന്നെ രാജാവിൻ്റെയോ പട്ടാളക്കാരുടെയോ പോലീസിന്റെയോ നിയമവ്യവസ്ഥയുടെയോ ഒന്നിന്റെയും ആവശ്യമില്ലാതിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഭാരതം. കാരണം ജനങ്ങളെല്ലാം ധർമ്മബോധത്തിൽ ജീവിച്ചിരുന്നു. അപ്പൊ ധർമ്മം എന്ന വാക്കിന്റെ വലിയ അർത്ഥം ഒന്ന് ജീവിതത്തിൽ നമ്മൾ പകർത്തി എന്ന് വിചാരിക്കുക. ഓരോ അച്ഛനും അമ്മയും, പ്രത്യേകിച്ച് യുവതലമുറയിൽപ്പെട്ട അച്ഛനും അമ്മയും അമ്മയുടെ ധർമ്മം അനുഷ്ഠിച്ചു എന്ന് വിചാരിക്കുക. ആധുനികമായ ലോകത്തിലെ ആധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ആധുനിക രീതിയിൽ തന്നെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ആധുനികമായിട്ടുള്ളതിനെ ഒന്നിനെ നിരാകരിക്കേണ്ട, നിഷേധിക്കേണ്ട, പുച്ഛിക്കേണ്ട, തിരസ്കരിക്കേണ്ട, മൂല്യവും കൂടി അതിൻ്റെ കൂട്ടത്തിൽ അമ്മയുടെ ധർമ്മം, അതൊക്കെ പുറകോട്ട് തിരിഞ്ഞ് എന്താണെന്ന് തന്നെ പഠിക്കണം. അത് പറഞ്ഞു തരലിന്റെ ഉത്തരവാദിത്വം എന്റേതല്ല. നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അമ്മൂമ്മ, അല്ലെങ്കിൽ കുലീനതയുള്ള കുടുംബത്തിലെ അമ്മമാര്, അതല്ലെങ്കിൽ സിനിമയിലും സീരിയലിലും നിങ്ങൾ നല്ല അമ്മമാരെ എങ്ങനെ കാണുന്നോ, അല്ലെങ്കിൽ ചില അമ്മമാരിലെ നല്ല ഗുണങ്ങൾ എങ്ങനെ കാണുന്നോ, ആ നല്ല ഗുണങ്ങൾ കണ്ടും കേട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി എന്ന് വിചാരിക്കാം. ആധുനികമായിട്ടുള്ള ഒന്നിനെയും നിരാകരിക്കേണ്ട, നിഷേധിക്കേണ്ട, തമസ്കരിക്കേണ്ട, അതൊക്കെ ഇരുന്നോട്ടെ. പുരാതനമായിട്ടുള്ളതും കൂടി ചേർക്കുക, നല്ലതെല്ലാം ചേർക്കുക. യുക്തിവാദികളും നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നതിനെ അപ്പാടെ അങ്ങോട്ട് തിരസ്കരിക്കുക, അത് സ്വീകരിക്കുക വേണ്ട. കാരണം അവരുടെ പ്രധാന ലക്ഷ്യം അവഹേളിക്കലും അപകീർത്തിപ്പെടുത്തലും നിരാകരിക്കലും നിഷേധിക്കലുമാണ്. നിങ്ങൾ സ്വയം ഒരു യുക്തി ചിന്തയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുക. പുരാതനമായിട്ടുള്ള നന്മകള് ആധുനികമായിട്ടുള്ള നന്മകളുമായിട്ട് ചേർന്ന് ധന്യമായിട്ടുള്ള ഒരു ജീവിതം. അമ്മയുടെ ധർമ്മം അനുഷ്ഠിക്കുക. അമ്മയുടെ ധർമ്മം അനുഷ്ഠിച്ചാലേ മക്കളുടെ ധർമ്മം അനുഷ്ഠിക്കുള്ളൂ. അച്ഛൻ പിതാവ് അച്ഛന്റെ ധർമ്മം അനുഷ്ഠിക്കുക, ധന്യമായിട്ട് അനുഷ്ഠിക്കുക. ഒരു 24 മണിക്കൂറുള്ള 1 മണിക്കൂറെങ്കിലും ടോട്ടലി അതിനുവേണ്ടി മാറ്റിവെക്കാം. ഇത്ര സമയം മുതൽക്ക് ഇത്ര സമയം എന്ന 1 മണിക്കൂറല്ല. നിങ്ങൾ ചൈതന്യവത്തായിട്ട് രാവിലെ 5 മണി മുതൽക്ക് രാത്രി 10 മണി വരെയോ 11 മണി വരെയോ ഇരിക്കുകയാണെങ്കിൽ ആ ടൈം ഡ്യൂറേഷൻ അകത്ത് 1 മണിക്കൂർ, അല്ലെങ്കിൽ ചിലപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചിട്ട് ടോട്ടലി 1 മണിക്കൂറെങ്കിലും ഓരോ അമ്മയോടും പറയുന്നു. പ്രത്യേകിച്ച് ഹിന്ദുക്കളായിട്ടുള്ള അമ്മയോട്, ഹിന്ദുക്കളായിട്ടുള്ള പിതാക്കന്മാരോട്, അച്ഛന്മാരോട് പറയുന്നു, ഈ നാടിന്റെ ധർമ്മം, ഈ നാടിന്റെ നന്മകള്, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, കിടക്കയിലിരുന്നൊന്ന് പ്രാർത്ഥിക്കുക, രാവിലെ തന്നെ പല്ല് തേച്ച് നാക്ക് വടിച്ച് കുളിക്കുക, അതുപോലെ തന്നെ രാവിലെ നാമം ജപിക്കുക, കുറച്ച് കീർത്തനങ്ങള്,
നമ്മുടെ വീട്ടിൽ ചെറിയൊരു പാട്ടുപെട്ടി എന്ന് ഉദ്ദേശിച്ചത് മന്ത്രങ്ങളും കീർത്തനങ്ങളും നാമജപവുമുള്ള ചെറിയ ഇലക്ട്രോണിക് സിസ്റ്റം. അത് രാവിലെയും വൈകുന്നേരം ഓൺ ചെയ്യുക. കുട്ടികൾ അത് കേട്ട് പഠിക്കും. ഭക്ഷണത്തിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുക. നല്ല കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നല്ല അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക. കുറച്ചു കാലം മതി, അവർ തന്നെത്താനെ നന്മയിലേക്ക് പോയിക്കോളും. ഇതൊരു ഭാരമാകാത്ത വിധത്തിൽ കൊച്ചുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അതിനു വേണ്ടി വേറെ സമയം കണ്ടെത്തേണ്ട. കുട്ടികളുടെ കൂട്ടത്തിൽ കിടക്കുമ്പോൾ അവരെ താലോലിക്കുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി. അവരെ പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുത്താൽ മതി. അവരുടെ കൂട്ടത്തിലിരുന്ന് ഊണ് കഴിക്കുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി. അവർക്ക് ചോറ് വിളമ്പിക്കൊടുത്ത് അവർ ഊണ് കഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി. അവരെ സ്കൂളിലേക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കും പറഞ്ഞു കൊടുത്താൽ മതി. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ടൈം കാണേണ്ട കാര്യമില്ല. അങ്ങനെ അമ്മ അമ്മയുടെ ധർമ്മവും അച്ഛൻ അച്ഛൻ്റെ ധർമ്മവും നയിക്കുന്ന ജീവിതത്തിൽ പകർത്തുന്നൊരു ദിവസം ഇന്നു മുതൽക്കാവട്ടെ. മക്കൾ നല്ല രീതിയിൽ വരും. അവര് ലവ് ജിഹാദിൽപ്പെട്ട് മറ്റു മതത്തിൽ ചെന്നിട്ട് തീവ്രവാദത്തിൽ ചെന്നിട്ട് പർദ്ദയും ബുർക്കയും ഇട്ട് നടക്കുന്ന ഗതികേട് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടി വരരുത്. ഹിന്ദു അമ്മമാർക്കും പിതാക്കന്മാർക്കും മാതാപിതാക്കൾക്ക് അവരവരുടെ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരില്ല. എന്നിട്ട് കരഞ്ഞിട്ടും പോലീസിന്റെ അടുത്ത് പോയിട്ട് പത്രമാധ്യമങ്ങളിലെ ഫോട്ടോ വന്നിട്ടും അവനവന്റെ തറവാടിത്തവും അവനവന്റെ നന്മയും ബലി കഴിക്കുന്ന വിധത്തിൽ മാറാതിരിക്കാൻ അമ്മ അമ്മയുടെ ദൗത്യവും അച്ഛൻ അച്ഛന്റെ ദൗത്യവും നടക്കാം. കുട്ടികൾ നാമം ജപിക്കൂ മന്ത്രം ചൊല്ലി എന്ന് വെച്ചിട്ട് സന്യാസിയൊന്നും ആവാനും പോകുന്നില്ല എന്നുള്ളതും കൂടി മനസ്സിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.